തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കോടികളുടെ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചതിൽ കോൺഗ്രസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന നേമത്തെ UDF സ്ഥാനാർത്ഥി K. ശബരിനാഥൻ പറയുന്നു. വരണാധികാരിക്ക് ചില പരിമിതികളുള്ളതുകൊണ്ട് പത്രിക അംഗീകരിച്ചു. രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി കൊടുക്കാൻ LDF തയ്യാറായില്ലെന്നും നേമത്തെ CJP ഡീൽ നടക്കുന്നുണ്ടെന്നും K. ശബരിനാഥന്റെ ആരോപണം. 3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രോപ്പർട്ടി ടാക്സ് അടച്ച ഒരു ബിൽഡിംഗ് കഴിഞ്ഞ ഇലക്ഷനിൽ തൻ്റെ സ്വന്തം വീടാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് കൊടുത്ത ബിൽഡിംഗ് എന്തുകൊണ്ട് തൻ്റെ അഫിഡവിറ്റിൽ നൽകിയിട്ടില്ല? അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. അതിൽ തീരുമാനമെടുക്കാനുള്ള ചില പരിമിതികൾ വരണാധികാരിക്കുണ്ട്. അതുകൊണ്ടാണ് വരണാധികാരി ആ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്കിനി ഇലക്ഷൻ കേസുമായി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശക്തമായിട്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു കേസുമായി നീതിപീഠത്തെ സമീപിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഒരു തുണ്ട് കടലാസിൽ പോലും ഒരു പരാതി കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതി കൊടുക്കുവാൻ LDF തയ്യാറല്ലായിരുന്നു. അപ്പോൾ LDF കൃത്യമായിട്ട് ഇവിടെ CJP ഡീൽ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.